മിനിയാപോളിസിൽ നിന്നുള്ള ഒരു പാസ്റ്റർക്ക് US ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരുമുണ്ടായ ഒരു അനുഭവം പങ്കുവച്ചിരുന്നു. ഇത് വംശീയ വിവേചനത്തിൻ്റെ തെളിവുകളാണ് തനിക്ക് അനുഭവപ്പെട്ടതെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. IC ഏജന്റുമാർ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും കാറിന് പിന്നിൽ തള്ളിയിടുകയും ചെയ്തതായി അദ്ദേഹം പറഞ്ഞു. പലതവണ ഭയക്കുന്നുണ്ടോ എന്ന് ചോദിച്ചെന്നും എന്നാൽ താൻ വെളുത്ത വർഗ്ഗക്കാരനായതുകൊണ്ട് അവർ വെറുതെ വിട്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഈ സംഭവം വിവരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. ഇതിന് തൊട്ടു മുമ്പാണ് മിനിയാപോളിസിൽ വെച്ച് ഒരു 37 വയസ്സുള്ള സ്ത്രീയെ US ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥൻ വെടിവെച്ച് കൊന്നത്. സ്വയം രക്ഷയ്ക്കുള്ള പ്രതിരോധമായിട്ടാണ് ഉദ്യോഗസ്ഥൻ വെടിവെച്ചതെന്നാണ് അധികൃതർ പറയുന്നത്. സ്ത്രീ വാഹനം ഉപയോഗിച്ച് ഉദ്യോഗസ്ഥനെ ഇടിക്കാൻ ശ്രമിച്ചുവെന്നാണ് അവർ പറഞ്ഞത്. IC ഏജന്റുമാർ ഒരു യുവതിയെ വളഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അവൾ ലാറ്റിൻ അമേരിക്കൻ വംശജയാണെന്നാണ് തോന്നിയത്. ഞാൻ ആ IC ഏജന്റിനോട് പറഞ്ഞു, എന്നെ പിടിച്ചോളും, അവളെ ശല്യപ്പെടുത്തരുത്. ഉടൻ തന്നെ ആ ഏജന്റ് എൻ്റെ മുഖത്ത് നോക്കി തോക്ക് ചൂണ്ടി. ഇപ്പോൾ ഭയമുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് ഭയമില്ല. അടുത്ത നിമിഷം അവർ എന്നെ കൈവിലങ്ങിട്ട് കാറിൻ്റെ പിന്നിലേക്ക് കയറ്റി എന്ന് പാസ്റ്റർ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. കാറിനുള്ളിൽ ഇരിക്കുമ്പോൾ 3 തവണ IC ഏജന്റുമാർ തന്നെ വന്ന് ഭയക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിങ്ങളെ ഓർത്ത് ഞാൻ ഭയക്കുന്നില്ല, ഒരിക്കലും ഭയക്കുന്നില്ല എന്ന് പാസ്റ്റർ അവരോട് മറുപടിയും പറഞ്ഞു. 3ാമത്തെ തവണ വന്നപ്പോൾ താൻ അറസ്റ്റിലാണോ എന്ന് ചോദിച്ചെന്നും അവരുടെ മറുപടി തന്നെ ഞെട്ടിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. അവർ എൻ്റെ തിരിച്ചറിയൽ രേഖയും ഫോണും ചോദിച്ചു. ഞാൻ അറസ്റ്റിലാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞില്ല. നീ വെളുത്ത വർഗ്ഗക്കാരനാണല്ലേ എന്ന് ചോദിച്ചെന്നും പാസ്റ്റർ കൂട്ടിച്ചേർത്തു. ജോർജ് ഫ്ലോറിഡയിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരാളെ കൊലപ്പെടുത്തിയതിനു ശേഷം മിനിയാപോളിസിൽ വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. അതിൻ്റെ ഓർമ്മകൾ മായും മുമ്പാണ് റെനി നിക്കോൾ ഗുഡ് എന്ന സ്ത്രീ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. ഈ സംഭവം നടന്ന സ്ഥലം ജോർജ് ഫ്ലോയിഡ് കൊല്ലപ്പെട്ട സ്ഥലത്തിന് 1 മൈൽ മാത്രം അകലെയാണ്. 2020 നടന്ന ജോർജ് ഫ്ലോയിഡിൻ്റെ കൊലപാതകം അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ വംശീയ നീതി പ്രക്ഷോഭങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്ന മുദ്രാവാക്യം ലോകമെമ്പാടും മുഴങ്ങി. റെനി നിക്കോൾ ഗുഡിൻ്റെ കൊലപാതകത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റീനോവും ന്യായീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സ്വയം രക്ഷയ്ക്കുള്ള പ്രതിരോധമായിട്ടാണ് ഉദ്യോഗസ്ഥൻ വെടിവെച്ചതെന്ന് അവർ പറഞ്ഞു. ട്രംപ് ഇതിനെ തീവ്ര ഇടതുപക്ഷത്തിൻ്റെ പ്രവൃത്തിയായി ചിത്രീകരിച്ചു. കൊല്ലപ്പെട്ട സ്ത്രീ ഉദ്യോഗസ്ഥനെ മനഃപൂർവ്വം ഇടിക്കാൻ ശ്രമിച്ചു എന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ മിനിയാപോളിസ് മേയർ ജേക്കബ് ഫ്രേയും മറ്റ് നേതാക്കളും ഈ വാദത്തെ തള്ളിക്കളയുകയായിരുന്നു. IC ഏജന്റുമാരോട് സംസ്ഥാനം വിട്ടു പോകാൻ അവർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 2024 മുതൽ ഇമിഗ്രേഷൻ നടപടികളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന 5ാമത്തെ മരണമാണ് റെനി ഗുഡിൻ്റേത്. ഇത് ഇമിഗ്രേഷൻ നടപടികളെയും ദേശീയ ഇമിഗ്രേഷൻ നയങ്ങളെയും സംബന്ധിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ അമേരിക്കൻ നഗരങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഈ സംഭവങ്ങൾ അമേരിക്കയിലെ ഇമിഗ്രേഷൻ സംവിധാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും ചൂടുപിടിപ്പിച്ചിരിക്കുകയാണ്. പലരും ഈ നടപടികൾ മനുഷ്യത്വരഹിതമാണെന്നാണ് വിമർശിക്കുന്നത്.